ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ ബൃഹത്തായ സംഗമത്തിൻ്റെ ഉദ്ഘാടകൻ, പ്രിയങ്കരനായ സുഹൃത്ത് ഹാരിസ് മീരാൻ സാഹിബ് MP സാബ്, ഇവിടെ ആധ്യക്ഷം വഹിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് നുഫൈൽ, സ്വാഗത ഭാഷണം നടത്തിയ ഷിഹാബ് പുളിക്കൽ, ആശംസകൾ അറിയിച്ച് സംസാരിച്ച നൗഷാദ് ചെറൂർ, സമദ് ചെറൂർ, അല്ലെങ്കിൽ സംസാരിക്കേണ്ടിയിരുന്ന ഇനി സംസാരിക്കാൻ പോകുന്ന സിദ്ദീഖ് പുള്ളാട്, മറ്റ് വേദിയിലിരിക്കുന്ന ജിദ്ദ KMCCയുടെയും മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും സമർത്ഥരായ സാരഥികളെ, എല്ലാറ്റിലുമുപരി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുണ്ട് ഈ ഒരു സംഗമത്തിനെത്താൻ സാധിച്ചതിൽ. ഇവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള വ്ളോഗേഴ്സും മറ്റൊക്കെ ഇരിക്കാൻ നിങ്ങളെ നാട്ടുകാരാണെങ്കിലും, ഏതായിരുന്നാലും ശരി, എന്തിനാണ് ഇങ്ങനൊരു കൂട്ടായ്മ കൂട്ടിയിട്ടുള്ളത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചെറിയ കുട്ടികളാണ്. നമ്മൾ വിചാരിക്കുക നമ്മളൊക്കെ ചെറിയ കുട്ടികളല്ലേ, നമുക്ക് ഇത്രമാത്രമൊക്കെ കാര്യങ്ങൾ വേണോ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. വായിക്കുന്നവനും വായിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 10 വർഷത്തെ വ്യത്യാസമാണ്. ഉദാഹരണത്തിന് ഈ 2 കുട്ടികൾ, അവരുടെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ നല്ല ഉഷാറായിട്ട് NSSലൊക്കെ ഉള്ള കുട്ടികൾ. ഒരാൾ വായിക്കാത്ത ആളാണെന്ന് വെക്കുക, ജസ്റ്റ് പുസ്തകം മാത്രം വായിക്കുന്നു, ഏത് ടെക്സ്റ്റ് ബുക്ക് മാത്രം. ഒരു വർഷത്തിലേറിപ്പോയാൽ ഒരു 6-7 പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിക്കാനുണ്ടാവും. ഒരു ആവറേജ് 6 പുസ്തകം എടുക്കുക. അപ്പുറത്തുള്ള കുട്ടി ഒരു സീരിയസ് റീഡർ ആണെങ്കിൽ ഒരു വർഷത്തിൽ 60 പുസ്തകത്തോളം വായിക്കും. ആഴ്ചയിൽ 1 എന്നുള്ള രീതിയിൽ തന്നെ ആയാൽ തന്നെ ഏകദേശം 60ഓളം പുസ്തകം വായിക്കാം. അങ്ങനെ വായിക്കുന്ന കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം 6ഉം 60ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. സെയിം ക്ലാസ്, സെയിം ബാച്ച്, പക്ഷേ വ്യത്യാസം 10 വർഷത്തെ അറിവിൻ്റെ വ്യത്യാസം ഉണ്ടാകും. മനുഷ്യന് വളരാൻ 4 ഘട്ടങ്ങളുണ്ട്. അതിൽ ഒന്ന് പഠനമാണ്. നമ്മുടെ ഈ കാലം തന്നെ പഠനം. അതിനേക്കാൾ മികച്ചത് വായനയാണ്, അതിനേക്കാൾ മികച്ചത് യാത്രയാണ്, പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചിന്തയാണ്. ഇതാണ് സത്യത്തിൽ ആ 4 ഘട്ടങ്ങൾ. ഒരു മനുഷ്യൻ കുറേ യാത്ര ചെയ്യാതെ ചിന്തിച്ച് തുടങ്ങിയാൽ കുടുങ്ങിയ ചിന്തയായിരിക്കും ഉണ്ടാവുക. വ്യത്യസ്ത രാജ്യങ്ങൾ, വ്യത്യസ്ത പ്രദേശങ്ങൾ, അവിടുത്തെ ആളുകൾ, സോഷ്യൽ റീഡിംഗ് എന്നാണ് ഇതിന് പറയുക, സമൂഹത്തെ വായിക്കുക. അപ്പോൾ സമൂഹത്തെ വായിക്കാൻ പറ്റുമ്പോൾ നമ്മളൊന്നും കൂടി ഉയർന്ന ആളുകളായി മാറും. ആ വായന ഇല്ലാത്തതിൻ്റെ പേരിലാണ് സത്യത്തിൽ വർഗീയതകളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഹൈന്ദവൻ ആരാണെന്നൊരു മുസൽമാൻ വായിച്ചു കഴിഞ്ഞാൽ സംഭവം വളരെ എളുപ്പമാണ്. അറബിയിലൊരു ചൊല്ലുണ്ട്, അന്നാസു അഅദാഉ മാ ജഹലൂന, മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ്. അവ പരസ്പര ശത്രുതയുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ, ഇപ്പുറത്തിരിക്കുന്ന ശ്യാമനെ, ഇപ്പുറത്തിരിക്കുന്ന പ്രവീണിനെ, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ശ്യാമളയെ നമ്മൾ നല്ലൊരു സോഷ്യൽ റീഡിംഗ് നടത്തിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് നമുക്ക് മനുഷ്യരെ മനസ്സിലാക്കാൻ. അപ്പോൾ ഏകം സതിപ്രാഹ ബഹുദാ വദന്തി, ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി എന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന ശ്യാം എന്ന് പറയുന്ന കുട്ടിയും, ഇബ്രല്ല അല്ലാഹുമ്മ ഇന്നക അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക അർജിഉസ്സലാം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ഇബ്രാഹിമും തമ്മിൽ വലിയ ബന്ധം, പിന്നെ വലിയൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, നല്ല ബന്ധങ്ങളായിരിക്കും. ഇപ്പോൾ ഈ വായന എന്ന് പറയുന്നത് പല രീതിയിലുള്ള വായനയുണ്ട്. അതിലൊന്ന് നമ്മുടെ സാധാരണ ബുക്ക് റീഡിങ്ങാണ്, മറ്റൊന്ന് സോഷ്യൽ റീഡിങ്ങാണ്. പൊളിറ്റിക്കൽ റീഡിംഗ് ഉണ്ട്,
പൊളിറ്റിക്സിനെ നന്നായിട്ട് വായിക്കണം. സാധാരണ പൊളിറ്റിക്സിനെ കുറിച്ച് പറയാം, പൊളിറ്റിക്സ് ഈസ് എ ഗെയിം പ്ലേ ടു അറ്റൈൻ ആൻഡ് മെയിൻറ്റെയിൻ പവർ എന്ന്. അധികാരം നേടിയെടുക്കാനും അത് നിലനിർത്താനുമുള്ള ഒരു കളിയുടെ പേരാണ് രാഷ്ട്രീയം എന്ന് പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് നാസിസം, എന്താണ് ഫാസിസം, എന്താണ് കമ്മ്യൂണിസം, എന്താണ് ഈ പറയുന്ന സോഷ്യലിസം, എന്താണ് നെഗോറിസം, എന്താണ് ഈ പറയുന്ന കൺഫ്യൂഷ്യാനിസം, ഇതേപോലെ തന്നെ എന്താണ് ബുദ്ധിസം, എന്താണ് സിഖിസം, ഇങ്ങനെ ഓരോന്നും പ്രപന്ന പാരിജാത വധോത്രദേശങ്ക പാണേജ്ഞാന മുദ്രായ കൃഷ്ണായ ഗീതാമൃത ഗുഹേ നമ എന്ന് ഗീതയിലൂടെ നാം പഠിക്കുന്ന ശ്രീകൃഷ്ണനടങ്ങുന്ന ഹിന്ദുമതവും ഹിന്ദുയിസവും ഇസ്ലാമിസവും ഒക്കെ എന്താണെന്ന് കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇസങ്ങളെ വായിക്കുന്നതോടുകൂടി ലോകത്തിൽ എത്ര പരിപ്രേക്ഷ്യങ്ങളുണ്ട്, എത്ര ചിന്താധാരയുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പുസ്തക വായനയിൽ നിന്ന് ഒരു സോഷ്യൽ റീഡിങ്ങിലേക്കും പൊളിറ്റിക്കൽ റീഡിങ്ങിലേക്കും സ്പിരിച്വൽ റീഡിങ്ങിലേക്കൊക്കെ നമ്മളെത്തും. വ്യത്യസ്തമായ വായനകളാണ്. ഇവിടെ ഈ വായന എന്ന് പറയുന്നത് ചുരുക്കിക്കെട്ടരുത്. നമ്മൾ ഇപ്പോൾ 10 ലക്ഷം രൂപ ചെലവാക്കിക്കൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിൽ ഒരു ലൈബ്രറി നമുക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അത് കേവലം ഒരു ഷോഫിന് വേണ്ടിയുള്ള ഒന്നാകരുത്. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകൾ ഇങ്ങനെ പരിശോധിക്കുക. വീടുകളിൽ നല്ല രസകരമായി കിച്ചൺ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നന്നായിട്ടൊരു ഹോളുണ്ടാവും, നല്ല ബെഡ്റൂംസ് ഉണ്ടാവും, ടോയ്ലറ്റ്സ് അതിനേക്കാളൊക്കെ വമ്പനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പല പല ടൈൽസൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ, പിന്നെ ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാൻ ബെഡ്റൂം, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഒഴിവാക്കാൻ ഒരു ബാത്റൂം, അത് കഴിഞ്ഞ് പിന്നെയും ആ റൂട്ടീൻ ഇങ്ങനെ പോവാണ്. അപ്പോൾ വീടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ തന്നെ കേവലം ഭക്ഷണം ഉണ്ടാക്കുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഒഴിവാക്കുക എന്നുള്ള ഒരു റൂട്ടിലേക്ക് നമ്മൾ പോവാണ്. നമ്മുടെ വീട്ടിൽ എവിടെ ഒരു ലൈബ്രറി? നമ്മൾ വീടുണ്ടാക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരോട് മാതാപിതാക്കളോട് പറയേണ്ടത്, നിങ്ങൾ 50 ലക്ഷം രൂപയുടെ വീടുണ്ടാക്കുമ്പോൾ ചുരുങ്ങിയതൊരു 5 ലക്ഷം രൂപയുടെ പുസ്തകമെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാവണമെന്നാണ്. അങ്ങനെ ശാഠ്യം പിടിച്ച് പറയണമെന്നല്ല, നമ്മൾ നേരെ കയറുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് കിച്ചണല്ല, നമ്മൾ കാണേണ്ടത് പുസ്തകങ്ങളാണ്. അപ്പോൾ നമുക്കൊരു ഇൻ്റലക്ച്വൽ ഫ്രെയിം വരും. ഞാനിത് വെറുതെ പ്രസംഗിക്കാൻ വേണ്ടി പറയല്ല. കിട്ടുന്ന ക്യാഷിനൊക്കെ പുസ്തകം വാങ്ങിയിരുന്ന ഒരു കുട്ടിക്കാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പഴയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടാവും. കിട്ടുന്ന പൈസക്കൊക്കെ പുസ്തകം വാങ്ങുക, അത് രസകരമായൊരു കാലമാണ്. കാരണം അങ്ങനെ വായിച്ച് ഇങ്ങനെ വായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. അത് മിക്കവാറും ഈ സാഹിത്യകൃതികൾ, ഫിക്ഷൻസൊക്കെ നല്ല ചിത്രരചന പോലെ നമ്മുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവും, ഒരു ഫിലിം കാണുന്നത് പോലെ ഉണ്ടാവും. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ട്രാജഡി, കോമഡി, കോമിക് ട്രാജഡി, ട്രാജിക് കോമഡി, അതിൽ ട്രാജഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകും നമ്മൾ വായിച്ചാൽ. ഇപ്പോൾ ഒഥല്ലോ വായിക്കുന്ന സമയത്ത്, ഒഥല്ലോ എന്ന് പറയുന്നത് ഒരു സേനാധിപൻ്റെ പേരാണ്, ഒഥല്ലോ. ഞാൻ ആ നാടകം നേരിട്ട് കണ്ടിട്ടുണ്ട്. ലണ്ടനിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഡ്രാമ തിയേറ്ററുണ്ട്. അന്ന് ഞങ്ങൾ പോയ സമയത്ത് ഒഥല്ലോയായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ ഡ്രാമ തിയേറ്റർ ഇപ്പോഴും ലണ്ടനിലുണ്ട്. ഡ്രാമ തിയേറ്റർ 10,000-കണക്കിന് ആളുകൾക്ക് ഇരുന്ന് കാണാൻ പറ്റും ഡ്രാമ. അവിടെ ഫിലിം തിയേറ്റർ ഒന്നുമല്ല ഏറ്റവും വലുത്, ഡ്രാമ തിയേറ്ററാണ്. എല്ലാ ഡ്രാമകളും ഓരോ ദിവസം മാറി മാറി വരും. അപ്പോൾ ഡ്രാമകൾ ഇങ്ങനെ 100 വട്ടമൊക്കെ ഒരു ഡ്രാമ കണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ അവിടുന്ന് കണ്ടു. ഒരേ സെയിം ഡ്രാമ തന്നെ 100 പ്രാവശ്യമൊക്കെ കാണും ആളുകൾ. അത്ര എഫക്റ്റീവായിരിക്കും. അതൊരു കൃതിയിലൂടെ ഉണ്ടായതാണ്. അപ്പോൾ ഒഥല്ലോ എന്ന് പറയുന്ന സേനാധിപൻ, അദ്ദേഹത്തിൻ്റെ കുറേ സംഘർഷഭരിതമായ ജീവിതം, ഞാനത് മുമ്പേ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിനോട് ഇത്ര ഇഷ്ടം കേട്ടോ. ഇയാഗോ എന്ന് പറയുന്നത് എൻ്റെ മന്ത്രി, ഡെസ്റ്റിമോണ എന്ന് പറയുന്ന ഈ ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങളൊക്കെ പേരൊക്കെ നല്ല രസമായിരിക്കും. ഡെസ്റ്റിമോണ എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ. ആ ഭാര്യയെ പല കാരണങ്ങളെ കൊണ്ടും സൈക്കോളജിക്കലി സംശയിച്ച് ജീവിക്കുന്ന ഒരു ഒഥല്ലോ എന്ന് പറയുന്ന കഥാപാത്രം. ആത്മസംഘർഷങ്ങൾ ഒരു ഭാഗത്ത്, ഭരണപരമായ സംഘർഷങ്ങൾ വേറൊരു ഭാഗത്ത്, സൈനിക സംഘർഷങ്ങൾ വേറെ ഭാഗത്ത്. അവസാനം പിന്നെ തൻ്റെ ഭാര്യ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ തൻ്റെ കയ്യിലുള്ള വാൾ, അതാണ് പിന്നീട് ഈ മറ്റേ നമ്മുടെ MT വാസുദേവൻ നായർ ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്നതിൻ്റെ ചന്തുവിൻ്റെ മരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത രംഗം ഒഥല്ലോയുടെ ആ ഒരു രംഗമാണ്.
ഒഥല്ലോ അങ്ങനെ മരിച്ചത്. ഒഥല്ലോ മരിക്കുന്നത് സ്വയം വയറ്റിലേക്ക് കുത്തിയിറക്കിയിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു രംഗം നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ എന്നും നമ്മുടെ മനസ്സിലുണ്ടാവും. ആരാണ് ഒഥല്ലോ, ആരാണ് ഇയാഗോ, ആരാണ് ഡെസ്റ്റിമോണ. അപ്പം അത് വായിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിലേക്ക് അത് കയറി വരില്ല. ഇങ്ങനെ ഒരുപാട് ജൂലിയസ് സീസർ ഷേക്സ്പിയർ എഴുതിയ മറ്റൊരു നോവലാണ്. ഞാൻ കുട്ടികൾക്ക് ഈ കഥയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ മനസ്സിലിരിക്കാനാണ് കേട്ടോ. ജൂലിയസ് സീസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ വളരെ വിശ്വസിച്ചു പോരുന്ന ആൾ. ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് ഡ്രാമയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം വളരെ വിശ്വസ്തനായി കൊണ്ടു നടന്ന ആളാണ് സത്യത്തിൽ ആര്? ബ്രൂട്ടസ്. ഈ ബ്രൂട്ടസ് എന്നും കൂടെ നടക്കുന്നു. പല തവണ ജൂലിയസ് സീസറെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ചക്രവർത്തിയാകാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് അവിടുത്തെ നേതാവാകണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ നല്ല വിശ്വസ്തനായി കൂടെ നടന്നിട്ട് അവസാനം ചതിപ്രയോഗത്തിലൂടെ മാറ്റിമറി. പല പ്രാവശ്യവും കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും ജൂലിയസ് സീസർ അതല്ല എന്ന് വിശ്വസിച്ച് പോരുന്നുണ്ട്. അവസാനം മലമുകളിൽ കൊണ്ടുപോയിട്ട് കഠാര കൊണ്ട് കുത്തിയിറക്കിയിട്ട് അവസാനം എല്ലാം അവസാനിപ്പിക്കുമ്പോൾ ആ ബ്രൂട്ടസിൻ്റെ ഷർട്ടിലോ അല്ലെങ്കിൽ ആ വസ്ത്രത്തിലോ പിടിച്ചുകൊണ്ട് അന്ന് പറഞ്ഞ വാക്ക് ഇംഗ്ലീഷിൽ ഇന്നും വളരെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ഡയലോഗാണ്, യു ടു ബ്രൂട്ടസ്. നീയും ഇത് ചെയ്തോ ബ്രൂട്ടസ് എന്ന്. നമ്മളെ വളരെ പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ പ്രയോഗം യു ടു എന്നാണ്, യു ടു ബ്രൂട്ടസ്. ബ്രൂട്ടസ് നീ ഇത് ചെയ്തു. അങ്ങനെ ഉണ്ടാവില്ല. കളിക്കൂട്ടുകാരായി കൂടെ നടക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചതിയിൽ പെടുത്തും, ബ്രൂട്ടസിനെ പോലെ. അപ്പോൾ ബ്രൂട്ടസ് ഫിക്ഷനിലെ ഒരു കഥാപാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരുന്നൊരു കഥാപാത്രമാണ്. മക്ക് ആൻ്റണി ജീവിച്ചിരുന്നൊരു കഥാപാത്രമാണ്. പ്രവാചകന്മാർക്കുമൊക്കെ മുമ്പേ, ഒരുപാട് പ്രവാചകന്മാർക്കല്ല, ഏതാണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ മുമ്പേ ജീവിച്ച ആളാണ് ഈ മക്ക് ആൻ്റണിയും ജൂലിയസ് സീസറൊക്കെ. BC-യിലാണ്. അത് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ അദ്ദിച്ച് നോക്കാറുണ്ട്, മക്ക് ആൻ്റണിക്ക് അടുത്ത കാലത്ത് കഴിഞ്ഞു പോയത് എന്നില്ല എന്നുള്ള. അല്ല, പ്രവാചകൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പ് ജനിച്ചു മരിച്ചു പോയ ആളാണ് മക്ക് ആൻ്റണി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ 5 പ്രഭാഷകർ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് മക്ക് ആൻ്റണിയാണ്. ഒരാൾ മനോഹരമായ സ്പീച്ച് നടത്തി കഴിഞ്ഞാൽ അതിന് ഫിലോസഫിക്കലി പറയാറുള്ളത് മക്ക് ആൻ്റണി സ്പീച്ച് എന്നാണ്. മക്ക് ആൻ്റണിയെപ്പോലെ സ്പീച്ച് നടത്തിയ ആളെന്ന്. മക്ക് ആൻ്റണി അത്ര മനോഹരമായി സംസാരിച്ച ആളാണ്. ഇപ്പോൾ ഈ മക്ക് ആൻ്റണി എന്ന് പറയുന്ന ആൾ ജൂലിയസ് സീസർ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തിങ്ങനെ നടക്കുന്നു. പക്ഷേ അതിനേക്കാൾ വിശ്വസ്തൻ ബ്രൂട്ടസാണ്. ആ ബ്രൂട്ടസാണ് പിന്നെ ചതിക്കുന്നത്. ചതിച്ചിട്ട് അതിന് ലാസ്റ്റ് രംഗം പറയാം. ഞാൻ വായിക്കുന്ന കുട്ടികളോട് പറയാം, വായിക്കാൻ പോകുന്ന കുട്ടികളോട് പറയാം. ലാസ്റ്റ് ബ്രൂട്ടസ് ജൂലിയസ് സീസറെ കൊല്ലുന്നു. എന്നിട്ട് ഈ ജനങ്ങളെങ്ങാനും തനിക്ക് എതിരായി നിൽക്കുമോ എന്ന് ഭയപ്പെടുന്നു. ആ സമയത്ത് മാസ്മരികമായൊരു പ്രഭാഷണമുണ്ട്, ബ്രൂട്ടസിൻ്റെ പ്രഭാഷണം. ബ്രൂട്ടസിൻ്റെ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അവസാനം വരെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഞാനൊരിക്കലും ഇയാളെ കൊന്നിട്ടില്ല, കൊല്ലാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, പക്ഷേ ഓൺലി ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് വേണ്ടി, ഈ ജനങ്ങൾക്ക് വേണ്ടി. എൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരനെ ഞാൻ വധിച്ചത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച കൃതികളതൊക്കെ എന്ന് വായിച്ചാൽ ഇങ്ങനെ കയറി വരുന്നു. ആര്? മക്ക് ആൻ്റണി കയറി വരുന്നു. മക്ക് ആൻ്റണി ഇങ്ങനെ വരുന്ന സമയത്ത് ബ്രൂട്ടസിനെതിരാം അറിയാം, തന്നേക്കാൾ മാസ്മരികമായി പ്രസംഗിക്കുന്ന ലോകത്തിൻ്റെ പ്രഭാഷകനാണ് മക്ക് ആൻ്റണി എന്ന്. അതുകൊണ്ട് മക്ക് ആൻ്റണി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തലതിരിച്ചു പറഞ്ഞിട്ട് അവസാനം എന്നെ അവസാനിപ്പിക്കുമോ എന്നൊരു ഭയമുണ്ടായതുകൊണ്ട് അവസാനത്തെ ആണിയും പതിപ്പിക്കുകയാണ്. അവസാനത്തെ ആണിയും എന്താണെന്നറിയോ? ബ്രൂട്ടസിനെ പോലെ സംസാരിക്കാൻ, മക്ക് ആൻ്റണിയെ പോലെ സംസാരിക്കാൻ എനിക്കൊരു നാക്കില്ല. അദ്ദേഹം പറഞ്ഞ വാക്കതാണ്, മക്ക് ആൻ്റണിയെ പോലെ സംസാരിക്കാൻ എനിക്കൊരു നാക്കില്ല, അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്കൊരു മനസ്സുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ പോലൊരു നാക്ക് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ബ്രൂട്ടസും ഞാൻ മക്ക് ആൻ്റണിയും ആൻ്റണി ഞാനുമായിരുന്നെങ്കിൽ, അങ്ങനെയാണ് ആ പ്രയോഗം, ഞാൻ ആൻ്റണിയും ആൻ്റണി ഞാനുമായിരുന്നെങ്കിൽ എൻ്റെ സങ്കടങ്ങളെ അവനിനി പറയും, എൻ്റെ വേദനകളെ അവൻ്റെ നാക്കിലൂടെ. എന്താ എനിക്ക് മനസ്സിലായത്? ഇത് വായിക്കുമ്പോൾ കുറേ നേരം വായിക്കാൻ എന്നാലേ തീരുള്ളൂ. അവനിനി പറയും എൻ്റെ സങ്കടങ്ങളെ അവൻ്റെ നാക്കിലൂടെ എന്ന് പറഞ്ഞാൽ ഇനി അവൻ പറയാൻ പോണതൊക്കെ എനിക്ക് പറയാനുള്ളതാണെന്നർത്ഥം. അതോടുകൂടി അവസാനത്താണ് നിറച്ച് എല്ലാവരും ഇങ്ങനെ ബ്രൂട്ടസിൻ്റെ മാസ്മരികമായ പ്രസംഗത്തിൽ അന്തിച്ച് നിൽക്കുകയാണ്. ഇനി മക്ക് ആൻ്റണി വന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല.
അങ്ങനെ മാർക്ക് ആൻ്റണിയുടെ ലോകപ്രശസ്തമായ പ്രസംഗം നടക്കുകയാണ്. ബ്രൂട്ടസ് എന്ന് പറയുന്ന കാപാലികനെതിരെ ജനങ്ങളെ മുഴുവൻ വഴിതിരിച്ചു വിടാനുള്ള സുന്ദരമായ പ്രസംഗം. ഇദ്ദേഹം ജൂലിയസ് സീസറെ കൊന്നത് അദ്ദേഹത്തിന് രാജാവാകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന സത്യം വിളിച്ചു പറയാൻ പോവാണ്. പക്ഷെ അവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ ബ്രൂട്ടസിനെ ഇങ്ങനെ സ്നേഹിച്ചിട്ടും അന്തിച്ചിട്ടും നിൽക്കുകയാണ്. ആ സമയത്ത് മാർക്ക് ആൻ്റണി തുടങ്ങുന്നു. തൻ്റെ പ്രഭാഷണത്തിൽ മാർക്ക് ആൻ്റണി സംസാരിക്കുന്ന ആ സംസാരത്തിൽ 7-8 തവണ അദ്ദേഹം പറയുന്ന വാക്കാണ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്, ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. അത് ഷേക്സ്പിയർ തന്നെ അവതരിപ്പിക്കണം. ആ പുസ്തകം തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് ഗ്രേറ്റ് അല്ല എന്നിട്ടും പറയാണ് മനുഷ്യനെ സൈക്കോളജിക്കലി എങ്ങനെ മാറ്റിമറിക്കാം എന്ന അതിമനോഹരമായ പ്രസംഗമായിരുന്നു അത്. അതിൽ അദ്ദേഹം പറയുന്നത്, ബ്രൂട്ടസിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ബ്രൂട്ടസ് നമുക്ക് വേണ്ടിയിട്ടാണ് ജൂലിയസ് സീസറെ കൊന്നത്. ആദ്യം തന്നെ അത് സമ്മതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബ്രൂട്ടസിന് നല്ല അവനെ സമാധാനമാവുകയാണ് സംസാരം ഇങ്ങനെ തുടങ്ങുമ്പോൾ. കാരണം പറഞ്ഞ വാക്ക് തന്നെ അതാണല്ലോ, എൻ്റെ വേദനകൾ അവൻ്റെ നാക്കിലൂടെ സംസാരിക്കുമെന്നാണ്. ഏതായിരുന്നാലും ഇങ്ങനെ തുടങ്ങി. അവസാനം പറഞ്ഞു, എങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജൂലിയസ് സീസർ നിങ്ങളെ സ്നേഹിച്ച് നടന്ന ഓർമ്മയില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തോളത്ത് കൈവച്ച് രാജാവിനെ പോലെ നടന്നത് ഓർമ്മയില്ലേ? എന്നിട്ടും ആ മലമുകളിൽ കൊണ്ടുപോയി കഠാര കൊണ്ട് ആഞ്ഞാഞ്ഞു കുത്തുമ്പോഴും യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് കരഞ്ഞുകൊണ്ട് കരൽ ചോര കണ്ണിൽ നിന്ന് പുറപ്പെടുമ്പോഴും അദ്ദേഹം പറഞ്ഞ വാക്കിനെ ഞാൻ ഏറ്റെടുക്കുന്നില്ല. ബിക്കോസ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്, ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് വലിയ മഹാനാണ്. അപ്പോൾ ആളുകളുടെ ഉള്ളിലിങ്ങനെ കൊലങ്ങനെ അടുപ്പിച്ചിട്ട് ബ്രൂട്ടസിനെ കുറ്റപ്പെടുത്താതെ പിന്നെയും മലക്കം മറിയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഈ കാണുന്ന മണൽത്തരികൾക്കെല്ലാം നാക്കുകൾ മുളച്ചിരുന്നുവെങ്കിൽ, അവർക്കെല്ലാം സംസാരിക്കാനുള്ള നാക്ക് മുളപ്പിച്ചിരുന്നുവെങ്കിൽ, ഞാൻ ബ്രൂട്ടസ് ഞാനുമായിരുന്നെങ്കിൽ, അത് ആ വാക്ക് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ആൻ്റണി, ആയിരുന്നെങ്കിൽ ഈ കാണുന്ന നാക്കുകളെല്ലാം, ഈ മണൽത്തരികളുടെ നാക്കുകളെല്ലാം ബ്രൂട്ടസിനതിനെ സംസാരിക്കുമായിരുന്നേനെ. ബ്രൂട്ടസ് അത്ര ക്രൂരനാണെന്ന് പറയുമായിരുന്നേനെ. പക്ഷെ ഞാനത് പറയില്ല. ബിക്കോസ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്, ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം കേൾക്കുന്ന ജനങ്ങളെ മുഴുവൻ പറയാണ്, നോ, ബ്രൂട്ടസ് ഗ്രേറ്റ് അല്ല എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ. അങ്ങനെയാണ് ജൂലിയസ് സീസറിനെതിരെ ബ്രൂട്ടസിനെ തിരിച്ചുവിടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, വായനയുടെ ലോകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ബ്രൂട്ടസിൻ്റെ സ്പീച്ചും മാർക്ക് ആൻ്റണി സ്പീച്ചും നമ്മൾ കേട്ട് പഠിച്ചു മനസ്സിലാക്കി വരുമ്പോൾ എന്നെ നിങ്ങൾ വിട്ടേക്കിൻ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ ഇപ്പോൾ പ്രസംഗത്തിൽ 1-ാം സ്ഥാനം 2-ാം സ്ഥാനം 3-ാം സ്ഥാനമൊക്കെ എടുത്തല്ലോ മക്കൾ. ആ സ്പീച്ചൊക്കെ നിങ്ങൾ വായനയിലൂടെ ഒന്ന് പ്രാവർത്തികമാക്കിയെങ്കിൽ അതിമനോഹരമായി നാളെയുടെ ലോകത്തോട് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ വായനയിലൂടെ നമ്മൾ കടന്നു പോകണം. ലോകത്തിൽ അങ്ങനെയാണ്. നിങ്ങൾ വായിച്ച് മാർക്ക് ആൻ്റണി സ്പീച്ച് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, മിസിസിപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് മാർക്ക് ആൻ്റണി നടത്തിയിട്ടുള്ള സ്പീച്ച് നിങ്ങൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ, അതിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഇമിറ്റേറ്റ് ചെയ്യാമെന്നാണ് ഞാൻ പറയാം, ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായി പ്രസംഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വായനയിൽ മാത്രം ഒതുങ്ങരുത്, അത് ഡെലിവറൻസിലേക്ക് എത്തണം. കുറേ വായിച്ചിട്ട് എന്താ കാര്യം? കുറേ വായിച്ചിട്ടൊരു കാര്യമില്ല. നമ്മളിങ്ങനെ അങ്ങനെയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ, യൂണിവേഴ്സിറ്റിയെ കുറ്റപ്പെടുത്തല്ലോ കേട്ടോ, ഓരോ ടേബിളിലും 2-3 PhD കഴിഞ്ഞവരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവർക്കേ അറിയുള്ളൂ അവർക്ക് എത്ര വിവരമുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് വായിക്കുക എന്നതല്ല. എന്താ ഈ സാറ് ചിരിക്കുന്ന നീലകുപ്പായിട്ട് സാറിന് കണ്ടിട്ടുണ്ടാകും കുറേ ആൾക്കാർ, അതുകൊണ്ടായിരിക്കും. വായിക്കുക എന്നതല്ല പ്രധാനം, അതിൻ്റെ എന്താണ് പ്രസൻറ്റേഷനാണ്. അതിമനോഹരമായ പ്രസൻറ്റേഷൻ. ഈ വായനയിലൂടെയൊക്കെ പോയിട്ടാണ് ഒരു MT വാസുദേവൻ നായർ ഉണ്ടായത്. വായനയുടെ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തിലേക്ക് എത്തും. വായന ഇറ്റ്സെൽഫ് വെറും ഒരു റീഡിംഗ് ആണ് നിങ്ങൾ കരുതരുത്. ചിലപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടാവും ഭാവിയിലെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു മഹാരഥനായ ഏതെങ്കിലും ഒരാൾ, ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ, നമുക്കറിയില്ല. അത് ഞാനെപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയെ കൊണ്ടുവന്നു പാലക്കാട് വിക്ടോറിയ കോളേജിൽ തകഴിയെ കൊണ്ടുവന്ന്. തകഴി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? ഇതിപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞു കൊടുക്കേണ്ട ഗതിയാണ്. തകഴി ശിവശങ്കരപ്പിള്ള എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും മനോഹരമായ എഴുത്തുകാരനാണ്. ചെമ്മീൻ എന്ന കൃതിയിലൂടെ അതിമനോഹരമായി പരീത് കുട്ടിയെയും അത് കറുത്തമ്മയെയും
ചക്കിമരക്കാത്തിയെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള മനോഹരമായ കഥാകാരൻ. അദ്ദേഹം ഒരിക്കൽ വിക്ടോറിയ കോളേജിൽ വന്നു. വിക്ടോറിയ കോളേജിൽ വന്ന സമയത്ത് അദ്ദേഹം പ്രഭാഷണ ചാതുരിയിൽ അത്ര ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന ആളല്ല. ഇടയ്ക്കൊരു വിക്കലുണ്ട്. EMS നമ്പൂതിരിപ്പാടിനും അങ്ങനെ ഭയങ്കര പ്രൗഢോജ്വലമായി പ്രസംഗിക്കുമായിരുന്നെങ്കിൽ ഇടയ്ക്കൊരു വിക്ക് സംഭവിക്കുമായിരുന്നു. അത് നിങ്ങൾ EMSൻ്റെ പ്രസംഗം എടുത്തിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ വായിക്കുമ്പം പഠിക്കുമ്പോൾ എല്ലാവരും പഠിക്കണം കേട്ടോ. നമ്മൾ ഏത് പാർട്ടി എന്നുള്ളതല്ല വിഷയം, എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഒരു ചെറിയ ആ ഒരു ഇതുണ്ടായപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ള പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടി ശബ്ദം ഉണ്ടാക്കി. അങ്ങനെയാണല്ലോ കുട്ടികളുടെ ഒരു രീതി. നിങ്ങളെപ്പോലെ അച്ചടക്കം, നിങ്ങളൊരു അച്ചടക്കമുള്ള ഒരു പവലിയനിലൂടെ കടന്നു വന്നതുകൊണ്ടാണ് ഈ അച്ചടക്കത്തിലിരിക്കുന്നത്. ഈ സമയത്ത് ഇത്രയൊക്കെ അച്ചടക്കം വേണം കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അത്ര ഒന്നും അച്ചടക്കം പാടില്ലേ, അതും പറയാം. നല്ല അച്ചടക്കം വേണം. പക്ഷേ അവതരണ ശൈലിയിൽ നിങ്ങൾ ഇടപെടുമ്പോൾ, ആളുകളോട് പെരുമാറുമ്പോൾ അച്ചടക്കം നന്നായിട്ടുണ്ടാവണം. പക്ഷേ സോഷ്യൽ റാപ്പ് കൂട്ടണം. ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, തകഴി ശിവശങ്കരപ്പിള്ള പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കുട്ടികൾ ഇങ്ങനെ ശബ്ദം വെച്ചപ്പോൾ അന്നത്തെ പ്രിൻസിപ്പൽ സാർ അതിലൊന്ന് ഇടപെട്ടു. വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ സാർ അദ്ദേഹത്തിന് സങ്കടം കൊണ്ട് ഇടപെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, കുട്ടികളെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് തകഴിയെ ഒന്നും കൂടി അവതരിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം അവസാനമായൊരു വാക്ക് പറഞ്ഞത്രേ. അത് പിന്നീട് പറയുന്നത് വാസു എന്ന് പറയുന്ന കുട്ടിയാണ്. അദ്ദേഹം അവസാനം പറഞ്ഞത്ര, നിങ്ങളുടെ ഈ കൂട്ടത്തിൽ ഈ ഹാളിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും നാളെയുടെ തകഴിമാർ. വാക്കതായിരുന്നു, എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും നാളെയുടെ തകഴിമാർ. ബാക്ക് ബെഞ്ചിലിരുന്ന അന്നത്തെ പ്രീ ഡിഗ്രിക്കാരൻ, അന്നത്തെ +2 പേര് പ്രീ ഡിഗ്രിയാണ്, ഞങ്ങളൊക്കെ ചെയ്ത് പ്രീ ഡിഗ്രിയാണ്. അന്നത്തെ പ്രീ ഡിഗ്രിക്കാരൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് ആലോചിച്ചത്ര, എന്തുകൊണ്ട് എനിക്കൊരു തകഴിയെപ്പോലെ ആയിക്കൂടാ എന്ന്. ആ ചിന്തയിൽ നിന്നാണ്, തകഴിയെപ്പോലെ ആയിക്കൂടാ എന്ന ആ ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് ആ പ്രീ ഡിഗ്രിക്കാരൻ പിന്നീട് MT വാസുദേവൻ നായർ എന്ന് പറയുന്ന മഹാരഥനായ മനുഷ്യനായി മാറുന്നത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ചിലപ്പോൾ ഒരു തരിയായിരിക്കാം, ഒരു കിരണമായിരിക്കാം നമുക്ക് കിട്ടുക, ചിലപ്പോൾ ഒരു ചെറിയ ശീലായിരിക്കാം നമുക്ക് കിട്ടുക, ചെറിയൊരു വാക്കായിരിക്കും നമുക്ക് കിട്ടുക, ഒരു തലോടലായിരിക്കും നമുക്ക് കിട്ടുക. എവിടെയോ ഞാൻ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട്, മുതിർന്നവർ കേട്ടിട്ടുണ്ടാകും, കുട്ടികൾ എൻ്റെ സ്പീച്ച് അധികം കേൾക്കാത്തതുകൊണ്ട് പറഞ്ഞോട്ടെ. കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിക്കാലൻ എന്ന പേര് വിളിച്ച് കളിയാക്കുമായിരുന്ന ഒരു മനുഷ്യന്, ദ ഷോർട്ട് ലെഗർ. കുട്ടികളെല്ലാവരും വിളിക്കൽ ഷോർട്ട് ലെഗർ എന്നാണ്, കുഞ്ഞിക്കാലൻ എന്ന വാക്കാണ്. അപ്പോൾ ഈ കുഞ്ഞിക്കാലൻ എന്ന് വിളിച്ചിട്ട് അവസാനം ആ കുട്ടിക്കാകെ പ്രയാസമായി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മൂമ്മയോട് പറയും, എന്നെങ്ങനെ കുട്ടികൾ വിളിക്കുന്നു എന്ന്. അപ്പോൾ അന്ന് വയസ്സ് ഏകദേശം 9, 10 ഒക്കെയാണ്. ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് അന്ന് അമ്മൂമ്മ വെറുതെ പറഞ്ഞൊരു വാക്ക് ആ കുട്ടി അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്, ഒരു തലോടൽ. ആ അമ്മൂമ്മ പറഞ്ഞ വാക്ക്, മോനെ ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്നാണ്. ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കും. അമ്മൂമ്മ പറഞ്ഞ വാക്കും കേട്ടിട്ട് ആ കുട്ടി അങ്ങനെ വളർന്ന് വലുതാവുകയാണ്. അവസാനം കഴിഞ്ഞ ലോകകപ്പിൽ ഖത്തറിൽ വെച്ചിട്ട് ലോകകപ്പിൽ ആദ്യത്തെ ഗോൾ അടിച്ച് വീശുമ്പോൾ, തൻ്റെ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ ഈ കുഞ്ഞിക്കാരൻ ആകാശത്തിലേക്ക് ഇങ്ങനെ കൈകൾ ഉയർത്തി, 2 വിരലും. അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്, ഞാനും അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. മീൻസ് അന്ന് ഖത്തറിൽ പോയിട്ട് ആ കളി കണ്ടിട്ടുണ്ട്. എന്ന് പറയാൻ 2 കൈകളും ഇങ്ങനെ വീശി. ഇങ്ങനെ വീശിയപ്പോൾ പത്രക്കാർ വൈകുന്നേരം ചോദിച്ചത്, അഥവാ കളി കഴിഞ്ഞിട്ട് ചോദിച്ചത്, ആദ്യത്തെ ഗോൾ അടിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആക്കിയാൽ അത് എന്തായിരുന്നു എന്നാണ്. മൈ ഗ്രാൻഡ് മൈ ഈസ് ദെയർ, എന്നെ കുട്ടിക്കാലത്ത് എന്നെ തലോടിക്കൊണ്ട് കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ അമ്മൂമ്മയുണ്ടവിടെ എന്നായിരുന്നു ആ കുട്ടിയുടെ വാക്ക്. ആ കുട്ടിയുടെ പേരാണ് ദ ഗ്രേറ്റ് ലയണൽ മെസ്സി എന്നുള്ള പേര് നമ്മൾ ആലോചിക്കണം. ഒരു ചെറിയ തലോടൽ മതി, ഒരു ചെറിയ കിരണം മതി, ഒരു അമ്മൂമ്മയുടെ വാക്ക് മതി, സോഷ്യൽ റീഡിങ് മതി. അത് സോഷ്യൽ റീഡിങ്. തൻ്റെ പേരക്കുട്ടിയെ നന്നായി വായിച്ചുകൊണ്ട് അവനെ ഉയർത്താനുള്ള റീഡിങ്, അവൻ ഉയർന്നു പോകുമെന്ന റീഡിങ്, അതിന് സോഷ്യൽ റീഡിങ് എന്നാ പറയാം. അത് ബുക്ക് റീഡിങ് അല്ല, സോഷ്യൽ റീഡിങ്. നിങ്ങളിപ്പോൾ ഇന്നിവിടെ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലുള്ള ലൈബ്രറിയാണ് തുടങ്ങിയിട്ടുള്ളത്. CHനെ കുറിച്ച് ഇവിടെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാകും, ഹാരിസ് മീരാൻ സാഹിബും പറഞ്ഞു. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളിതൊക്കെ കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് കൂടുതൽ കുട്ടികൾ. ആണോ അല്ലേ? കുറേ കുട്ടികൾ അവിടെ പോയിട്ട് ടച്ച് ചെയ്യാം, മിക്കവാറും കുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ടാവും. വെറുതെ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കുറേ വർഷം മുമ്പ് നിയമസഭ ഇങ്ങനെ നടക്കുകയാണ്, പാർട്ടി ഇതൊക്കെ നമ്മൾ വിട്ടേക്കാം. അന്നത്തെ എല്ലാവരും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യാൻ. അപ്പം കോയ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, CH മുഹമ്മദ് കോയ സാഹിബ്. എന്നിട്ട് പറയാണ്, ഞങ്ങൾക്കും വേണം ഒരു യൂണിവേഴ്സിറ്റി എന്ന്. അന്ന് ഇവിടെ ഒന്നും യൂണിവേഴ്സിറ്റി ഇല്ല.
ഞങ്ങൾക്കും വേണം, അഥവാ മലബാറിനൊരു യൂണിവേഴ്സിറ്റി വേണമെന്ന്. കാസർഗോഡ് യൂണിവേഴ്സിറ്റി ഇല്ല, കണ്ണൂരില്ല, ഈ പറയുന്ന മലപ്പുറത്തില്ല, വയനാടില്ല, എവിടെ ഇല്ല. എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി, കുട്ടികൾക്ക് ഉയർന്ന് പഠിക്കാനൊരു യൂണിവേഴ്സിറ്റി. ആ സമയത്ത് അന്ന് ആളുകൾ കളിയാക്കി, കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി? കൊടക്കമ്പി നേരാക്കുന്നവരായി മലബാറുകാരെ കളിയാക്കി. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. കൊട നന്നാക്കുന്നവർക്ക് എന്തിനാണ് യൂണിവേഴ്സിറ്റി എന്ന് ആര് പറഞ്ഞു എന്നതൊക്കെ നമുക്ക് വിടാം. ആ മനുഷ്യൻ അന്ന് ആ നിയമസഭയുടെ ആ തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ ജന്മഗേഹമായ അത്തോളിയിലേക്ക് അന്നത്തെ കാറാവുന്ന അംബാസഡറിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സാധനം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോരുകയാണ്. പത്മിനി എന്നാണ് അതിന് പേര്, പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഓർമ്മയുണ്ട്. ആ കാറും വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അറിയാതെ കാറിലിരുന്ന് കരഞ്ഞരങ്ങം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് തെരുവിൽ മുഴുവൻ നടന്ന് പ്രസംഗിച്ചു ആ മനുഷ്യൻ. ദാ കാസർഗോഡിൻ്റെ മൂല മുതൽ ഈ ചാവക്കാടിൻ്റെ മൂല വരെ, മലബാർ പരന്ന് കിടക്കുന്ന സ്ഥലം വരെ രാത്രി 1 മണി 2 മണി വരെ ആളുകൾ കാത്തുനിന്നു CH വേണ്ടി. കാരണം അന്ന് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞതാകാം, പക്ഷേ ഈ മനുഷ്യൻ്റെ മനസ്സ് വേദനിച്ചു. അന്ന് ദാ നമ്മുടെയൊക്കെ അമ്മൂമ്മമാർ, നമ്മുടെയൊക്കെ ഉമ്മാമ്മമാർ അന്ന് ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഉമ്മയുടെ ഉമ്മമാർ, അച്ഛൻ്റെ ഉമ്മമാർ, അമ്മമാർ, അങ്ങനെയുള്ളവർ. ആ നിൽക്കുന്ന ആളുകളോട് അന്ന് കോന്തയില കെട്ടിവെക്കുക. സോഷ്യൽ റീഡിങ്ങിൻ്റെ ഭാഗമായി കോന്തലൊക്കെ എന്താണെന്ന് പഠിക്കണം കേട്ടോ. എൻ്റെ വീടിൻ്റെ ബാക്കിൽ നിരന്ന് കിടക്കുന്ന പാടാണ്. ഒരു ദിവസം എൻ്റെ കുറേ പെൺകുട്ടികളും മാഷന്മാരൊക്കെ പാട് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ വന്നതെന്ന്. അപ്പോൾ പെൺകുട്ടികൾ പറയാം, ഞങ്ങൾ നെൽമരം കാണാൻ വന്നതാണെന്ന്. നെൽമരം, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പ്രയോഗം. കാരണം ഇന്ന് നെൽമരമൊക്കെ കൊണ്ടേ കാണിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കുട്ടികൾക്ക് കോന്തലറിയില്ല, കുന്താണി എന്താണെന്നറിയില്ല, ഒരലെന്താണെന്നറിയില്ല, ഒലക്കെന്താണെന്നറിയില്ല, ഒന്നും അറിയില്ല. കാരണം അതൊക്കെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോയി ഒരു തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ തുണി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിൻ്റെ തലപ്പത്തിനാണ് ഈ കോന്തല എന്ന് പറയാം. അതിലാണ് ഇങ്ങനെ കെട്ടിവെക്കുക. 25 പൈസക്ക് എന്തായിരുന്നു പണ്ട് പേരെന്നറിയോ? എന്ന് പറഞ്ഞാട്ടെ, എന്തായിരുന്നു പേര്? 4 അണ. 50 പൈസക്ക് 8 അണ എന്നാ പറയാം. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തുട്ടുകൾ എറിഞ്ഞതാ. ഞാൻ എൻ്റെ സമൂഹത്തിനൊരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. കാലം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിവെച്ച 4 അണത്തുട്ടുകൾ എറിഞ്ഞതാ. ഞാൻ ഈ പാവം മലബാറുകാർക്ക് വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം നിരന്ന് പ്രസംഗിച്ചു. അങ്ങനെ അന്ന് എറിഞ്ഞു കൊടുത്ത 4 അണത്തുട്ടുകളും 8 അണത്തുട്ടുകളും കൊണ്ട് ആദ്യമായി ഭൂമി വാങ്ങി അവിടെ തുടങ്ങി വെച്ച യൂണിവേഴ്സിറ്റിയുടെ പേരാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ പഠിക്കണം. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. വേറെ ലീഗേരെ പ്രസംഗമൊന്നും നിങ്ങൾ കേൾക്കണ്ട. ഗൂഗിൾ ഇറ്റ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ChatGPTയും നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയും ഗൂഗിളുമൊക്കെ ഒറ്റ മറുപടിയെ പറഞ്ഞു തരുള്ളൂ, CH മുഹമ്മദ് കോയ ഈസ് ദ ഫൗണ്ടർ ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന്. ആ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പേരിലാണ് ഈ ലൈബ്രറി തുടങ്ങി വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിപരമായി നമ്മൾ പലതും ആയിരിക്കാം, പക്ഷേ മനുഷ്യന്മാരുടെ ആ ഒരു ദൗത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ വായനയിലൂടെ കടന്നു പോകുമ്പോൾ, വായനയുടെ ലോകത്തിൽ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ പുസ്തകങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം. വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ഭാവത്തിൽ. ആളുകൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മെസ്സിനെ പറയുമ്പോൾ ഇനി വേറെ ആരെയും പറയില്ലല്ലോ എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, എന്നാലും പറയാം. കുട്ടികൾക്ക് വേണ്ടി പറയണം കേട്ടോ, കുട്ടികളെ ഇതാക്കാൻ വേണ്ടിയിട്ട്. 10 വയസ്സ് പ്രായം. നിങ്ങൾക്കറിയാം എന്നെക്കാളും നല്ലതായിട്ട് കഥ. ഭക്ഷണം കിട്ടാതെ ഒരു കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. അവസാനം ഒരു ബർഗർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മോഹിക്കുന്നു. ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം ഒരു ബർഗർ ഷോപ്പിൽ പോകുന്നു. തനിക്ക് മുമ്പെയും 2 കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഭക്ഷണം വീട്ടിൽ തീരെയില്ല. കാരണം അമ്മ അടുക്കള വേലയ്ക്ക് പോകുന്ന ഒരു പാവം അമ്മയാണ്. അടുക്കളപ്പണിക്ക് പോകുന്ന അയൽ വീടുകളിൽ പോയിട്ട് തുടച്ചു കൊടുക്കുന്ന ഒരു പാവം സ്ത്രീയാണ്. ഒന്നും കഴിക്കാനില്ലാതെ നിൽക്കുന്ന സമയത്താണ് ഈ പാവം കുട്ടി ബർഗറും തിരഞ്ഞു പോകുന്നത്. അങ്ങനെയാണ് ഒരു ഷോപ്പിലെത്തുന്നത്. അതിൻ്റെ ഫ്രണ്ടേജിൽ കുറേ കാത്തു നിൽക്കുന്നു. അവസാനം ആരും കൊടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ബാക്ക് സൈഡിൽ ഒരു പാവം സ്ത്രീക്ക് തോന്നുന്നു ആ കുട്ടി ബർഗറിന് വേണ്ടി വന്നതാണ്. അങ്ങനെ മെല്ലെ ബാക്കോട്ട് വിളിക്കുന്നു, അടുക്കളയുടെ ഭാഗത്തേക്ക്. ആ ഒരു വിളിയുണ്ടല്ലോ, അതൊരു മഹാപ്രതിഭയെ വളർത്തിയെടുക്കുന്നൊരു വിളിയായിരുന്നു. ഒറ്റ തലോടൽ മതി. ആ കുട്ടിയെ വിളിച്ചു. അങ്ങനെ ഒരു ബർഗർ കൊടുക്കുകയാണ്. അതും ആ ഷോപ്പുകാരും കാണാതെ കൊടുക്കുകയാണ്. എന്നിട്ട് മെല്ലെ അതും കടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോന്ന് വിശപ്പ് ഇങ്ങനെ അടക്കിക്കൊണ്ട് പോരുമ്പോൾ ആ കുട്ടി എന്തൊക്കെയോ ചിന്തിച്ചിട്ടുണ്ടാകാം. ആ കുട്ടി പിന്നീട് വലുതായി വളർന്ന് പന്തലിച്ച്
തൻ്റെ രാജ്യത്ത് പിന്നീട് വന്നിറങ്ങുമ്പോൾ എയർപോർട്ടിൻ്റെ പേര് പോലും തൻ്റെ പേരാണ്, ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന പേരാണ്. ആ രാജ്യത്തിൻ്റെ എയർപോർട്ടിൻ്റെ പേര് പോലും അതാണ്. അവസാനം തൻ്റെ രാജ്യത്ത് വന്ന് ഈ സ്ത്രീയെ തേടി പുറപ്പെടുന്നു. ആ സ്ത്രീ അവിടെയൊന്നുമില്ല, എങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന്. കാലം കുറേ കഴിഞ്ഞു, കാരണം ഇപ്പോൾ 40 വയസ്സായി അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞത് 30 കൊല്ലം മുമ്പ് നടന്ന കഥയാണ്. അപ്പോൾ ഈ സ്ത്രീ എവിടെയും കാണുന്നില്ല. തൻ്റെ രാജ്യത്തൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് അദ്ദേഹം വിഷമത്തോടുകൂടി, ആ ഇൻ്റർവ്യൂ ഇപ്പോഴും നിങ്ങൾക്ക് ഗൂഗിളിൽ കാണാം, അഥവാ യൂട്യൂബിൽ കാണാം. ആ സങ്കടത്തോടെ പറയുന്നു, അവരെ ഇപ്പോൾ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന്. ആ ഇൻ്റർവ്യൂ പിന്നെ ആ സ്ത്രീ കാണുന്നു. ആ സ്ത്രീ കണ്ടിട്ട് പിന്നെ ബന്ധപ്പെടുന്നു. അവസാനം ആ രാജ്യത്തെ ഏറ്റവും വലിയ റെസ്റ്റോറൻറ്റ് അന്നത്തെ ബർഗറിന് പകരമായി ദ ഗ്രേറ്റ് റൊണാൾഡോ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു, എന്നെന്നും ജീവിക്കാൻ വേണ്ടിയിട്ട്. അത് സോഷ്യൽ റീഡിംഗ് ആണ്. തന്നെ തലോടിയ ഒരു മനുഷ്യൻ്റെ, തന്നെ തലോടിയ ഒരു പാവം സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം. ഇപ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാകും ഒരുപാട്. ഇവിടെ ആരൊക്കെയോ ടീച്ചേഴ്സ് ഇരിക്കുന്നു. ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞോട്ടെ, ഈ ടീച്ചേഴ്സിനെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ടീച്ചേഴ്സിനെ വായിക്കണം നമ്മൾ, അതൊരു വായന വേറെയാണ്. ഇപ്പോൾ രുക്മിണി ടീച്ചർ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വായിച്ച, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും എൻ്റെ കുട്ടിക്കാലത്ത് അധ്യാപികയിൽപ്പെട്ട ഒന്ന് സുലോചന ടീച്ചറും ഒന്ന് ഇതേപോലെ ഉഷ ടീച്ചറുമാണ്. ഇപ്പോഴും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ അവരുടെ അടുക്കൽ പോവാറുണ്ട്. കാരണം നമ്മളൊന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ അത്ര പഠിക്കാൻ പറ്റിയില്ല. അത് നിങ്ങളെ പറഞ്ഞാൽ പ്രചോദനമാകൂല എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് പറയുന്നില്ല. ബാക്ക് ബെഞ്ചിൽ അങ്ങനെ ഇരിക്കും. പിന്നെ മിമിക്രിയിൽ ഫസ്റ്റായിരുന്നു. മിമിക്രിയിൽ ജില്ലയിൽ ആ കാലത്ത് ഫസ്റ്റ് ഞാനായിരുന്നു മിമിക്രിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ മിമിക്രി ആയിട്ട് ഇങ്ങനെ അന്നും ഇന്നൊക്കെ മമ്മൂട്ടിയുടെ ശബ്ദം നന്നായിട്ട് എടുക്കും. ഇന്നൊക്കെ അത്ര കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് വേണ്ട, അത് ക്യാമറയിലൊക്കെ പോകണ്ട്. പിന്നെ മൂപ്പര് മിമിക്രിയും കൂടി ആയി എന്ന് അറിയുമ്പോൾ അപ്പോൾ അതൊക്കെ എടുക്കും. അമിതാഭ് ബച്ചൻ്റെ ശബ്ദം, അതേപോലെ അങ്ങനെ കുറേ ആൾക്കാരുടെ ശബ്ദം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അന്ന് അതിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് വല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ എത്തിയ സമയത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് 10ാം ക്ലാസ്, അന്ന് ആകെ ക്ലാസ്സിൽ പാസ്സാകുന്ന ആൾക്കാർ 4-5 ആൾക്കാരാണ് കേട്ടോ. 60 കുട്ടികളുടെ ക്ലാസ്സിൽ നിന്ന് 92-ലാണ് ഞാൻ SSLC എഴുതിയേ. 92-ൽ എഴുതുമ്പോൾ അന്നത്തെ ഒരു ഹിസ്റ്ററി പ്രകാരം 3-4 ആൾക്കാർ പാസ്സാവും. ഉഷ ടീച്ചർ ഇങ്ങനെ വന്നിട്ട് ചെവി പിടിച്ചിട്ട് ഒരിക്കലും മുന്നിലവിടെ കൊണ്ടുവന്നിരുത്തി. ആദ്യത്തെ ദിവസം ചെവി പിടിക്കാനൊന്നും വന്നില്ല. ആദ്യത്തെ ദിവസം വേറെ, ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അതൊരു ഇതാണ്. സബ് ജില്ലാ പരിപാടിക്ക് വേണ്ടി പോയപ്പോൾ ഇത് ചോദിച്ചു ഞാൻ, എന്താ പറയുക, ദേശീയ പതാക. അന്ന് ഞങ്ങൾക്ക് ടാബ്ലോയും അവതരിപ്പിക്കാനുണ്ട്, മിമിക്രി അവതരിപ്പിക്കാനുണ്ട്. അപ്പോൾ ടാബ്ലോൻ്റെ സമയം വന്നപ്പോഴാണ് അവിടെ, അന്നൊന്നൊരു സെൻസും ഇല്ലല്ലോ ആൾക്കാർക്ക്, കാരണം ഇതിലൊക്കെ കണ്ടൊക്കെ മത്സരം ഉണ്ടാവും. എനിക്ക് മിമിക്രി ഒറ്റ മത്സരമാണ്, ടാബ്ലോ ഗ്രൂപ്പ് മത്സരമാണ്. അപ്പോൾ ഈ ദേശീയ പതാക വാങ്ങിക്കണത് എന്തിനാ? ഞങ്ങളുടെ മതസൗഹാർദ്ദം. ഒരാൾ അച്ഛനും ഒരാൾ ഉസ്താദും ഒരാൾ സ്വാമിജിയായിട്ട്, അങ്ങനെയൊക്കെയല്ല ഇപ്പം നമുക്കന്ന് ഐഡിയ ഉള്ളൂ. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞു കണ്ടല്ലോ. പ്രവീണ് സ്വാമിയായിട്ടും അവനക്ക് അന്നേ കുറച്ച് കുമ്പുണ്ട്, അതുകൊണ്ടൊരു സ്വാമിയായിട്ടും മുസ്തഫ എന്ന് പറഞ്ഞ ആളെ അവനെ പിടിച്ചിക്കാണ്ട്, അവന് പിന്നെ ഉപ്പിമ്മയൊക്കെ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട്, ഉപ്പ ഗൾഫിലൊക്കെ ആയതുകൊണ്ട് അവനെ പിടിച്ച് അച്ഛനും ആക്കി. എന്നെങ്ങാനും അച്ഛനോ മറ്റോതോ ആക്കിയിട്ടുണ്ടെങ്കിൽ പെരയിന്ന് ചീത്ത അറിയുന്ന വിചാരിച്ചാൽ ഞാൻ ഉസ്താദുമായി. ചുരുക്കി പറഞ്ഞാൽ എന്തായി എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ടാബ്ലോ അവതരിപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട് എന്തായി നമ്മൾ കൊണ്ടുപോവാണ്. ഈ ടാബ്ലോ തരുമ്പോൾ തന്നെ കുറുപ്പുമാഷ് പറഞ്ഞു, എന്ത് ഇത് കൊണ്ടുപോയിട്ട് എന്താക്കരുത്, കളയരുത് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആയിക്കോട്ടെ എന്ന് ഞാനും സമ്മതിച്ചു. പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടെ, കുറുപ്പുമാഷ് പറഞ്ഞവർ അതാണ്ട് പോയി, ആരോ പൊക്കിക്കൊണ്ടുപോയി. അപ്പോൾ കുറുപ്പുമാഷെ സംബന്ധിച്ചിടത്തോളം ഈ പതാക കളഞ്ഞ കുട്ടിയാണ് ഞാൻ. അതുകൊണ്ട് അത്ര ഒരു ഇമ്പ്രഷൻ ഇല്ല. ദേശീയ പതാക അന്ന് എല്ലായിടത്തും കിട്ടൂല, ആകെ സ്കൂളിലുള്ള പഴയ 14 കൊല്ലമായിട്ടുള്ള പതാകയായിട്ടാണ്. അതുകൊണ്ട് ഞാൻ 10C മാറ്റാൻ വേണ്ടി പറയാം. 10C കുറച്ച് പഠിക്കുന്ന കുട്ടികളാണ്. അതായത് B എന്ന് പറഞ്ഞാൽ മലയാള കുട്ടികൾ, A എന്ന് പറഞ്ഞാൽ അറബി കുട്ടികൾ, C എന്ന് പറഞ്ഞാൽ മലയാളം അറബിയും കൂടി ഉള്ള കുട്ടികൾ, ബാക്കിയുള്ള. അപ്പോൾ അവിടെ പഠിക്കുന്നവർ മിക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞപ്പോൾ എന്നോട് കുറുപ്പ് സാർ പറഞ്ഞു, തന്നെ പോലെയുള്ളവർക്കൊന്നും പഠിക്കാനുള്ള ക്ലാസ് അല്ലടേ 10C എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു തെക്കനായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. ആ വാക്ക് ഉഷ ടീച്ചർ കേട്ടതുകൊണ്ടാണ് രാവിലെ തന്നെ ചെവിക്ക് പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്താക്കിയത്, മുന്നിൽ തന്നെ ഇരുത്തിയത്. ആദ്യത്തെ ദിവസം കൊണ്ടുവന്നിരുത്തി ഞാൻ ബാക്കൊക്കെ പോയി. ഞാൻ കുട്ടിയൊക്കെ ഒരു പ്രചോദനത്തിന് പറയുകയാണ്, ഞാൻ വലിയ സംഭവമായിട്ട് പറയല്ല. ബാക്കൊക്കെ തന്നെ പോയി, പിറ്റേ ദിവസം കൊണ്ടുവന്ന് അങ്ങനെ തന്നെ പോയി. പിറ്റേ 3ാമത്തെ ദിവസം ആ വേദന ഇപ്പോഴും ഇവിടെ ഉള്ള പോലെ എനിക്ക് തോന്നും. അങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഉസ്മാൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ഒരാളോട് മുണ്ടാത്തൊരു യത്തീംഖാന കുട്ടിയാണ്. എന്താ ചേറൂർ സ്കൂൾ ഒരു യത്തീംഖാനയുമായി ബന്ധപ്പെട്ടതാണല്ലോ, ഒരു യത്തീംഖാന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ അടുത്ത് ഇരിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അന്നിട്ട്. പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട കമ്പനിയായി. അപ്പോൾ അന്ന് അവൻ, ഞാൻ വീണ്ടും പോവുമെന്ന് വിചാരിച്ചിട്ട് അവൻ അതിമനോഹരമായി സുന്ദരമായ ലെറ്ററിൽ എനിക്കൊരു വാക്കെഴുതി തന്നു. അതായിരുന്നു എന്നെ പ്രചോദിപ്പിച്ച ആദ്യത്തെ വാക്ക്. അധ്യാപകരെക്കാൾ എന്നെ പ്രചോദിപ്പിച്ചത് ഈ ഒരു കൂട്ടുകാരൻ്റെ വാക്കാണ്.
അവനത് എവിടുന്നോ കാണാതെ പഠിച്ചതാകാം. ലൈഫ് ഈസ് ലൈക്ക് എ ലുക്കിംഗ് ഗ്ലാസ്. ഇഫ് യു ഫ്രോൺ ഇറ്റ് വിൽ ഫ്രോൺ, ഇഫ് യു സ്മൈൽ ഇറ്റ് വിൽ സ്മൈൽ ബാക്ക്, സോ യു വിൽ ബി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കത്തുകൾ എഴുതി. അവൻ എഴുതിയ വാക്യതാണ്, ലൈഫ് ഈസ് ലൈക്ക് എ ലുക്കിംഗ് ഗ്ലാസ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു നോക്കുന്ന കണ്ണാടി പോലെയാണ്. നോക്കുന്ന കണ്ണാടി പോലെ. ഇഫ് യു സ്മൈൽ ഇറ്റ് വിൽ സ്മൈൽ ബാക്ക്. നീ അതിനോട് ചിരിച്ചാൽ അത് നിന്നോട് തിരിച്ച് ചിരിക്കും. ഇഫ് യു ഫ്രോൺ ഇറ്റ് വിൽ ഫ്രോൺ. അത് അന്ന് ഫ്രോണൊന്നും എനിക്ക് അറിഞ്ഞൂടാ, FRAWN ആണ്. എന്ന് വെച്ചാൽ നീ അതിനോട് മുഖം ചുളിച്ചാൽ അത് നിന്നോട് മുഖം ചുളിക്കും. ദാറ്റ് ഈസ് ലൈഫ്. അതുകൊണ്ട് നീ നല്ല ഏറ്റവും ഹാപ്പി ആയിട്ട് നടക്കുക എന്നൊരു കുറിപ്പെഴുതി തന്നു. അന്നു മുതലാണ് ചെറുതായിട്ടൊന്ന് പഠിക്കണമെന്നൊക്കെ തോന്നിയത്. അതൊരു കൂട്ടുകാരൻ്റെ ഒരു വാക്കിൻ്റെ ഹേതുകമാണ്.